ഹലോ നമസ്കാരം, ഞാൻ പ്രവീൺ. ഒരു ഓട്ടോമൊബൈൽ ടിപ്പ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഒട്ടുമിക്ക എല്ലാ ആളുകളും ഇന്നത്തെ കാലത്ത് ഫോർ വീലർ ഉപയോഗിക്കുന്ന ആളുകളാണ്. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വണ്ടിയുടെ ടയറിന് മുകളിൽ വീൽ നട്ട് ഉണ്ടാവുമല്ലോ, ഈ വീൽ നട്ട് പൊട്ടിപ്പോകുന്ന സാഹചര്യം ഉണ്ടാവില്ല. സാധാരണഗതിയിൽ നമ്മളിത് പൊട്ടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സർവീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാണ് ചെയ്യേണ്ടത്, അതാണ് നമ്മൾ ചെയ്യാറ്. എന്നാൽ നമ്മൾക്ക് ഈ സർവീസ് സ്റ്റേഷനോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഷോറൂമുകളോ വർക്ക്ഷോപ്പുകളോ അവൈലബിൾ അല്ലാത്ത ഒരു സിറ്റുവേഷനിലാണ് നമ്മൾക്കിത് സംഭവിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ബുദ്ധിമുട്ടല്ലേ? അപ്പോൾ നമുക്ക് തന്നെ ഈ കാര്യം ശരിയാക്കി എടുക്കാൻ കഴിഞ്ഞാൽ വലിയ കാര്യമല്ലേ, നല്ല കാര്യമല്ലേ? ചുരുങ്ങിയ ചിലവിൽ ഒരു വീൽ സ്റ്റഡ് പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വളരെ ചുരുങ്ങിയ ഒരു 10-40 രൂപയ്ക്ക് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായപ്പോൾ അത് ഞാൻ തന്നെ ശരിയാക്കി എടുക്കാമെന്ന് കരുതി കൂട്ടത്തിൽ ഒരു വീഡിയോ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഉപകാരപ്പെടില്ലോ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പ്രാക്ടിക്കലായിട്ട് നമുക്ക് നോക്കാം, നമുക്ക് ചെയ്ത് നോക്കാം. ഇത് നമുക്ക് നമ്മുടെ വണ്ടിയുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവുന്ന സാധാ ജാക്കി, പിന്നെ നമ്മുടെ വീലിനായിട്ട് അഴിക്കാനുള്ള സാധനം ഈ 2 പിന്നെ ഒരു മങ്കിയറിഞ്ച് ഉണ്ട്. ഇത് ഞാൻ അഡീഷണൽ ആയിട്ട് വാങ്ങി വെച്ചിട്ടുണ്ട്, ഇതിനായിട്ട് പർപ്പസിന് വേണ്ടി വാങ്ങിയല്ല, ഓൾറെഡി വണ്ടിയിലുള്ള ഒരു സാധനമാണ്, വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. പിന്നെ അതിൽ മെയിനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ആ വീൽ സ്റ്റഡ്. ഈ സ്റ്റഡ് എത്ര വ്യക്തമായിട്ട് കാണുന്നുണ്ടെന്ന് അറിയില്ല. ഈ സ്റ്റഡ് ഞാൻ മാരുതിൻ്റെ ജെനുവിൻ പാർട്സിൻ്റെ ഷോറൂമിൽ നിന്ന്, മാരുതിൻ്റെ ഷോപ്പിൽ നിന്ന് പോയിട്ട് അവിടെ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. ഈ സ്റ്റഡിന് എനിക്ക് ആകെ വന്നത്, ഈ വീൽ സ്റ്റഡും അതിൻ്റെ നെട്ടും കൂടെ ചേർത്തിട്ട് 40 രൂപയാണ് വന്നത് ഒരു സെറ്റിന്. ഒരു സെറ്റ് 40 രൂപേൻ്റെ സാധനമാണിത്. അപ്പോൾ ഇതെന്താ വെച്ചാൽ നമ്മൾ യാത്രയിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോയി ഇതേമാതിരി ഒരു പെടൽ പെട്ട് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പോകും. പിന്നെ ഇതിനൊരാളെ വിളിച്ച്, അടുത്തുള്ള ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ പോയി ഒരാളെ വിളിച്ച് കൊണ്ടുവന്ന് നമ്മൾ നേരെ അയക്കുമ്പോഴേക്കും ഒന്ന് സമയത്തിന് ഒരുപാട് നഷ്ടം, പിന്നെ പോക്കറ്റിനും വലിയ നഷ്ടം തന്നെയാണ്. ഇതാകുമ്പോൾ 40 രൂപ മാത്രമേ ഉള്ളൂ സാധനം. ഇത് നമുക്ക് ആർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. വണ്ടി ഓടിക്കാൻ അറിയുന്ന ഒരാൾക്ക് സുഖമായിട്ട് ഒരുവിധം മെയിൻ്റെനൻസ് ഒക്കെ വണ്ടീൻ്റെ നമുക്ക് തന്നെ ചെയ്യാവുന്ന കാര്യമാണ്. അപ്പോൾ ഇത് ഞാനിത് നെറ്റിൽ നോക്കിയപ്പോൾ അധികം കാണാനില്ല, എങ്ങനെ ചെയ്യുക, ഇതിനെ പറ്റിയുള്ള വീഡിയോസ് അധികം കാണില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചാണ് ഇത് ചെയ്യുന്നത് എന്തായാലും ആർക്കെങ്കിലും യൂസ്ഫുൾ ആവട്ടെ ഒരു വീഡിയോ ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ജാക്കി, വീലിനട്ട് അഴിക്കാനുള്ള സാധനം, ഒരു 14 mm ടീ ഉണ്ട്, പിന്നെ ഈ പുതിയത് വാങ്ങിയിട്ടുള്ള സ്റ്റഡ്. ഈ സ്റ്റഡ് നമുക്ക് ഒന്നേ പൊട്ടിയിട്ടുള്ളൂ, ഞാൻ സ്പെയർ ആയിട്ട് ഒരു 4 വാങ്ങി കയ്യിൽ വെച്ചാണ്. അപ്പോൾ ഇനി നമുക്ക് അഴിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ടയർ അഴിക്കണം. നമ്മൾ എന്ത് വേണം, ആദ്യം സാധാരണ അഴിക്കുന്ന പോലെ തന്നെ ഹാൻഡ് ബ്രേക്കിലിടണം. ഹാൻഡ് ബ്രേക്കിലിട്ടതിന് ശേഷം വീലിനട്ട് ലൂസ് ചെയ്യണം. ലൂസ് ചെയ്ത് വീല് വെളിയിലെടുത്തിട്ട് വേണം നമുക്ക് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ചെയ്യുന്നതിന് മുന്നേ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സിംഗിൾ ജാക്കിൻ്റെ മുകളിൽ വന്നിട്ട് നമുക്ക് ഈ പണി ചെയ്യാൻ ചിലപ്പോൾ പറ്റില്ല. അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഇടക്കോ കാര്യമോ വന്നു കഴിഞ്ഞാൽ ജാക്കിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ വണ്ടി താഴെ വീഴും. അപ്പോൾ അതിന് നമ്മൾ തീർച്ചയായും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടീൻ്റെ ബാക്കിലെ മെയിൻ ആക്സിൽ ഉണ്ടല്ലോ, ആ ആക്സിലിൻ്റെ താഴത്ത് പക്കയായിട്ടുള്ള ഒരു സപ്പോർട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ നമ്മുടെ അടുത്തുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. ഞാനൊരു കല്ല് താഴെ വെച്ചിട്ട് ഒരു മരക്കട്ട അതിൻ്റെ മുകളിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് വണ്ടി നിർത്താൻ പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് ആ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം വണ്ടി ജാക്കപ്പ് ചെയ്യാം. ഞാൻ ഓൾറെഡി ഹാൻഡ് ബ്രേക്ക് ടൈറ്റ് ചെയ്തിട്ടാണ് ജാക്കപ്പ് ചെയ്യാൻ പോകുന്നത്. വണ്ടി എപ്പോഴും നമ്മൾ ജാക്കപ്പ് ചെയ്യുമ്പോൾ ഹാൻഡ് ബ്രേക്ക് ടൈറ്റ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഇതൊന്നും ഒഴികെ ബാക്കി 3 ടയറിലും മുന്നിലും പിന്നിലും വണ്ടി ഇളകാതിരിക്കാൻ വേണ്ടിയിട്ട് കട്ടകൾ വെച്ചിട്ടാണ് ഞാനത് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി വണ്ടി ജാക്കപ്പ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓരോ വണ്ടിക്ക് ജാക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എവിടെയാണോ ആ ഒരു പോയിന്റ് ഉണ്ടാവും, ആ പോയിന്റിൽ മാത്രമേ നമ്മൾ ജാക്ക് ഫിറ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇത് ബെലിനോ ആണ്. ബെലിനോയിൽ ഇതാ ഇവിടെയാണ്, ഈ ബാക്ക് ടയറിൻ്റെ മുന്നിലായിട്ട് ചെറിയൊരു കട്ട് കാണാം. ഈ ഒരു കട്ടിന് കറക്റ്റായിട്ട് നമ്മൾ ഇതിൻ്റെ ഈ ജാക്കിൻ്റെ ഈ യു കട്ട് വരുന്ന പോലെ വെച്ചിട്ട് വേണം ജാക്കപ്പ് ചെയ്യാൻ. വയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, പാരലായിട്ട് താഴെ കറക്റ്റായിട്ട് സിറ്റിംഗ് ആയിട്ട് വേണം നമ്മൾ ജാക്കി വയ്ക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ ഇളകി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വണ്ടി നീങ്ങാനുള്ള സാധ്യത ഉണ്ട്, അത് പിന്നെ അപകടങ്ങൾ ഉണ്ടാകും. ഒന്ന് ടൈറ്റ് ആയി കഴിഞ്ഞാൽ ടയർ ഗ്രൗണ്ടിൽ നിന്ന് പൊന്തുന്നതിന് മുന്നേ ആദ്യം നന്നിട്ട് വീൽ ബ്രഷ് വെച്ച് വീലിനട്ട് ഒന്ന് ലൂസാക്കി വിടണം, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ടയർ തിരിഞ്ഞു പോകും, നമുക്ക് ഊരാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിന് മുന്നേ ആദ്യം വീലിനട്ട് നമുക്കൊന്ന് ലൂസാക്കി വിടാം. നമ്മൾ വീലിനട്ട് ഒന്ന് ലൂസാക്കി വിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ജാക്കിൽ അപ്പ് ചെയ്യാം. ഇപ്പോൾ ടയർ നന്നായിട്ട് അപ്പായിട്ടുണ്ട്. ഇനി നമുക്ക് കൈ കൊണ്ട് മെല്ലെ വീലിനട്ട് അഴിച്ചെടുക്കാം. ടയർ അതൊന്ന് എടുക്കാം. ഇതുകൊണ്ട് അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ഇതിൽ വീലിനട്ട് പൊട്ടിയ പോലെയുള്ളത്. ഈ ഒരു വീലിനട്ട് ഇവിടെ ഇല്ല. ഒരു വീലിനട്ട് കണ്ടോ, ഒരു വീലിനട്ട് പൊട്ടിയിട്ടുള്ളത് ഉള്ളിലാണുള്ളത്. ഈ ഉള്ളിലുള്ള വീലിനട്ട് പൊട്ടി അതിൻ്റെ തലപ്പത്തെ ഭാഗം കൂടെ ചേർന്ന് നെട്ടും ബോൾട്ടും പൊട്ടിപ്പോയി. ഈ 3 എണ്ണത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമ്മളിത് അഴിച്ചെടുത്തിട്ട് നമുക്ക് നോക്കാം എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത്.
ടയർ ഊരി താഴെ തന്നെ ഇടുകയാണെങ്കിൽ നല്ലപോലെ നമുക്ക് ഇരിക്കും ചെയ്യാം. സാധനം ഉണ്ടല്ലോ ഈ ഹബിൻ്റെ കവറ്, ഈ കവറ് നമുക്ക് അഴിച്ചെടുക്കണം. ഈ കവർ അഴിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലാണ് ബ്രേക്ക് ഷൂ നിൽക്കുന്നത്. ബ്രേക്ക് ഷൂ ജാമായി നിൽക്കുകയായിരിക്കും. നമ്മൾ ഓൾറെഡി ഹാൻഡ് ബ്രേക്ക് ടൈറ്റ് ചെയ്തിട്ടാണ് വെച്ചുള്ളത്. ടൈറ്റ് ചെയ്ത് ഹാൻഡ് ബ്രേക്ക് വെക്കുമ്പോൾ ഹാൻഡ് ബ്രേക്ക് ഇതിൽ പിടിച്ച് നിൽക്കുകയായിരിക്കും. അപ്പോൾ നമുക്ക് ഊരാൻ കിട്ടില്ല. അപ്പോൾ നമ്മൾ ഹാൻഡ് ബ്രേക്ക് ലൂസ് ചെയ്തിട്ട് വേണം ഇത് ഊരാൻ. ആദ്യം ഹാൻഡ് ബ്രേക്ക് ലൂസ് ചെയ്യാം, എന്നിട്ട് ഇത് ഊരാം. അപ്പോൾ നമ്മൾ ഹാൻഡ് ബ്രേക്ക് ലൂസ് ചെയ്തിട്ട് വന്നിട്ട് ഹാൻഡ് ബ്രേക്ക് ലൂസ് ചെയ്താലേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഹാൻഡ് ബ്രേക്ക് ടൈറ്റ് ചെയ്ത് വെച്ച് ഹാൻഡ് ബ്രേക്ക് ലൂസ് ചെയ്തു. ഇനി നമുക്ക് ഊരിയെടുക്കാം. ഇത് ഊരിയെടുക്കാൻ രണ്ട് ഓപ്ഷൻ ഉള്ളത്. ശരിക്കും ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇതിൻ്റെ ഇവിടെ കണ്ടോ ഈ രണ്ട് ചെറിയ ഹോൾസ് കാണാം. ഈ രണ്ട് ചെറിയ ഹോൾസ് 12 സൈസുള്ള നെറ്റ് കയ്യിലുണ്ടെങ്കിൽ ഈ രണ്ട് ഹോൾസിൽ 12 സൈസുള്ള നെറ്റ് ഇട്ടിട്ട്, ഇപ്പോൾ ഇത് എൻ്റെ അടുത്തുള്ളത് ഒന്ന് 12 അല്ല സൈസ്, 12 ചെറുതാണ്. 12 സൈസ് ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് രണ്ടെണ്ണത്തിന് 2 നെറ്റ് ഇടുക. എന്നിട്ട് നമ്മൾ നെറ്റ് ടൈറ്റ് ചെയ്യുമ്പോൾ ഇതിനെ ഇങ്ങനെ പുറത്തേക്ക് തള്ളി വരും. അങ്ങനെയാണ് ശരിക്കും ഊരേണ്ടത്. ഇപ്പോൾ എൻ്റെ അടുത്ത് അങ്ങനത്തെ നെറ്റ് ഇല്ല, 12 സൈസ് ഇല്ല. അപ്പോൾ നമ്മളിത് ഇങ്ങനെ ഊരുന്നത് വെച്ചാൽ മെല്ലെ ഈ സൈഡ് മെല്ലെ എഡ്ജ് അടിച്ചടിച്ച് ഊരിയെടുക്കണം. അപ്പോൾ നമുക്ക് വേണ്ട നമ്മുടെ മെയിൻ ആയുധം ഹാമർ. ഇതിൻ്റെ താഴത്ത് കൈയും കാലും കൊണ്ടുവന്ന് വെക്കൊന്നും ചെയ്യരുത്. കാരണം ഇത് വീണാൽ വീട്ടിലുള്ള സാധനമാണ്, പരിക്കേട് വരും. നമ്മളെ ചെയ്യുന്ന പരിപാടി മെല്ലെ ചെയ്യുക, സമാധാനമായിട്ട്. അതാ സംഭവം ഊരി പോന്നിട്ടുണ്ട് കണ്ടോ. ഇതിനുള്ളിൽ നിറച്ച് പൊടിയുണ്ടോ, നമ്മുടെ ബ്രേക്ക് ഷൂ തേഞ്ഞിട്ടുള്ളതാണിത്. ഇത് നമുക്കിതാ ഇതാണ് ഈ പൊടിഞ്ഞ് പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ രണ്ടാമത് ഇടുമ്പോൾ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഒന്ന് ചെറിയ തുണി എന്തെങ്കിലും വെച്ച് നന്നായിട്ട് തുറച്ച് വൃത്തിയാക്കിയിട്ടാണെങ്കിൽ നല്ലത്. അപ്പോൾ ഇതിനുള്ളിലുള്ള സംഭവങ്ങൾ ഇതൊക്കെയാണ്. ഇതാ കണ്ടോ നമ്മുടെ പൊട്ടിയ നെറ്റ് നിൽക്കുന്നുണ്ടോ. ഇത് ഈ 4 നെറ്റിൽ 3 എണ്ണം അതേപോലെ ഉണ്ട്. ഈ പൊട്ടിയ നെറ്റ് കണ്ടോ അവിടെ വെച്ച് പൊട്ടി ഇതിൽ ജാമായി നിൽക്കുകയാണ്. ഇതെടുക്കണമെന്നുണ്ടെങ്കിൽ 2 വഴികളുള്ളത്. ഒന്ന് ഇതിൻ്റെ പിന്നിൽ കണ്ടോ ഈ സ്ക്രൂ ഈ ബെയറിങ്ങിൻ്റെ ഈ ഹബ്ബ് മൊത്തത്തിൽ നമ്മൾ ഊരിയെടുത്തിട്ട് നമുക്ക് ചെയ്യാം. ഇതൊരു തരത്തിലും നമ്മൾ ആദ്യം ട്രൈ ചെയ്ത് നോക്കണം. എന്താ വെച്ചാൽ ഇവിടുന്ന് അടിച്ച് എടുക്കാൻ പറ്റുമെന്നാണ്. ഇവിടുന്ന് അടിച്ചിട്ട് ഇതങ്ങോട്ട് തെറിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഊരാതെ കഴിയും. കാരണം ഇത് മെയിനായിട്ടുള്ള 4 സ്ക്രൂ ആണ്. ഊരാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, ഊരാം. അതിന് പിന്നിൽ ചെറിയൊരു ഈ പോണ ഒരു കണക്റ്റിംഗ് കേബിൾ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ അവിടുന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം ഈ 4 സ്ക്രൂ ഊരി കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. പക്ഷേ വീൽ ബെയറിംഗ് ഊരുന്നേക്കാളും നമുക്ക് ഇങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് നല്ലത്. വീൽ ബെയറിംഗ് നമ്മൾ തിരിച്ച് ഫിറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും അലൈൻമെൻറ്റ് കാര്യത്തിന് എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടാകും. സൗണ്ട് വരുന്നതും ടയർ വോബിൾ ചെയ്യുന്നതൊക്കെ പ്രശ്നങ്ങൾ വരും. ഇത് ഒന്നുമില്ല. ഇത് നമുക്ക് വെച്ചിട്ട് ഒരു ഹാമർ വെച്ചിട്ട് ഇവിടെ നല്ല രീതിയിൽ 2 അടി അടിച്ചാൽ നെറ്റ് പിന്നിലേക്ക് പോകും. അപ്പോൾ നമുക്കത് ചെയ്ത് നോക്കാം. ഇതാണ് നെറ്റ് ഇപ്പോൾ നിൽക്കുന്നുണ്ടല്ലേ. ഇത് നമുക്ക് ഇവിടുന്ന് അടിച്ച് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇങ്ങനെ ഈ ഒരു പോസ്റ്ററിൽ ഇരുന്നിട്ട് നമുക്ക് ഇങ്ങനെ അടിച്ചെടുക്കുന്നേക്കാളും നമുക്ക് കുറച്ചും കൂടി എളുപ്പം ഉണ്ടാകുമെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് എണീച്ച് നിന്ന് ഇതൊരു സൈഡിലേക്ക് ആയിട്ട് ഈ ബ്രേക്ക് ഷൂവിൻ്റെ ഈ നടുക്ക് കണ്ടോ ഈ ഗ്യാപ്പുള്ള ഭാഗത്ത് ഈ നെറ്റ് കൊണ്ടുവന്ന് വയ്ക്കാം. മറ്റേ നമ്മൾ നെറ്റ് പിന്നിലേക്ക് അടിക്കുമ്പോൾ ഇതിൻ്റെ മുകളിലൊക്കെ വന്ന് അടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഗ്യാപ്പുള്ള ഭാഗത്തേക്ക് ഈ ഒരു ഭാഗം കൊണ്ടുവന്ന് വെച്ച് കറക്റ്റായി വെച്ചതിന് ശേഷം നമ്മൾ ഹാമർ കൊണ്ട് കറക്റ്റായിട്ട് നെറ്റിന് മുകളിൽ അടിക്കാം. ആ നെറ്റ് ലൂസായി വന്നു അവിടെ. ഇതാ ആ നെറ്റ് പിന്നെ എല്ലാം നമ്മൾ പിന്നിലേക്ക് എടുത്തു. ഇതാണ് ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഉള്ളിൽ നിന്ന് കിട്ടിയ പൊട്ടിയ നെറ്റ് സ്റ്റഡ്. ഈ സ്റ്റഡ് ഇതാണ് നമ്മൾ പുതിയത് വാങ്ങിയത്. ഈ സ്റ്റഡാണ് ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത്. ഇത് പൊട്ടിയിട്ട് ഇതാ ഇത്രയേ ഉള്ളൂ. ഇത്രയും ഭാഗം നമ്മളിത് പൊട്ടിപ്പോയി. ഇത് മാറ്റിയിടുക വേണ്ടു. അപ്പോൾ നമ്മളിത് തിരിച്ചിടാൻ പോവാണ്. പൊട്ടിയത് നമ്മൾ അതിൽ നിന്ന് ഊരി കളഞ്ഞു. പുതിയൊരു സ്റ്റഡ് വാങ്ങി സെയിം ഈ ഗ്യാപ്പിൽ കൂടെ മെല്ലെ പിന്നിലേക്ക് എടുക്കുക. മെല്ലെ പിന്നിലേക്ക് എടുത്ത് കറക്റ്റ് അതിൽ കട്ട് ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ. ഇതിൻ്റെ ഉള്ളിൽ ചെറിയ കട്ടുകളുണ്ട്, ചെറിയ ഗ്രൂസ് ഉണ്ട്. ആ ഗ്രൂസിന് കറക്റ്റായിട്ട് നമ്മൾ മെല്ലെ ഇങ്ങനെ കൊണ്ടുവരിക. മെല്ലെ കൊണ്ടുവന്ന് വന്നു കഴിഞ്ഞാൽ ഇത് ഈ ഒരു ലെവലിൽ ഇവിടെ നിൽക്കും. ഇതിൻ്റെ മുന്നിലേക്ക് വരില്ല. ഇനി നമ്മളിത് വലിച്ചിങ്ങോട്ട് എടുക്കണം. അപ്പോൾ വലിച്ചെടുക്കാൻ നമുക്ക് പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഒരു നെറ്റ് ഇട്ടിട്ട് ടൈറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഇതിപ്പോൾ നമുക്കിത് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഇടയിൽ ശരിക്കും ഒരു നെറ്റ് വലിയൊരു നെറ്റ് ഉണ്ടെങ്കിൽ നെറ്റ് വെച്ചാൽ മതി. നെറ്റില്ലാത്തതുകൊണ്ട് ഞാൻ നമ്മുടെ സ്പാനറിൻ്റെ സെറ്റ് വെച്ചിട്ടാണ് ആ ഒരു ഗ്യാപ്പ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതിങ്ങനെ വെച്ചിട്ട് നമുക്ക് ടൈറ്റ് ചെയ്യാം. ഇത് ഇവിടെ അങ്ങനെ ടൈറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഈ സ്ക്രൂ കയറി വരും. നമുക്ക് ഇത് തിരിഞ്ഞ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ താഴെ ഒരു സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഈ നെറ്റിനൊരു സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ടൈറ്റ് ചെയ്യുമ്പം അല്ലാതെ നമ്മൾ കൺട്രോൾ കിട്ടില്ല. അപ്പോൾ നമ്മൾ ടൈറ്റ് ചെയ്യാൻ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് ടൈറ്റ് ചെയ്ത് നെറ്റ് തിരിച്ച് ലൂസ് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടോ നമ്മുടെ വീലിലിട്ട് സ്റ്റഡ് കറക്റ്റായിട്ട് ഇവിടെ ഫിറ്റായി. ശരിക്കും കയറി നിന്നു. ഈ കംപ്ലീറ്റ് പോർഷൻ ഇവിടെ കയറി സ്റ്റഡിൻ്റെ ഇങ്ങനെ കയറി നിൽക്കണം.
ശരിക്കും കയറി കണ്ട് നിൽക്കണത്. അപ്പോൾ അല്ലേ ശരിക്കും കയറി നിന്നില്ലേ, ഇതേപോലെ കയറി നിൽക്കണം. ഇനി നമുക്ക് നോക്കാം, ഈ ഒരു കുഴപ്പമില്ല, കറക്റ്റായിട്ട് സിറ്റിംഗ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കവറുകളൊക്കെ തിരിച്ചിടാം. ഏതായാലും നമ്മൾ ഇത്രയും തുറന്ന സ്ഥിതിക്ക് ഇത് ഈ ബ്രേക്ക് പാഡ് ഒന്ന് ഇങ്ങനെ തുടച്ചു വിടുക. അതേപോലെ ഇപ്പുറത്തെ ഈ ബ്രേക്ക് പാഡും തുടച്ചു കൊടുത്തേക്ക് വിടുക. ഇതിൻ്റെ ഉള്ളിലും ഇതേപോലെ നിറച്ച് ആ ബ്രേക്ക് ഷൂവിൻ്റെ പൊടി ഉണ്ടാവും. ഒന്ന് തട്ടി വൃത്തിയാക്കി, ഏതായാലും നമ്മൾ അഴിച്ചതല്ലേ, എന്താ ആ പൊടികൾ നേരത്തെ ഉണ്ടായിരുന്ന പൊടികളൊക്കെ അവിടെ പോയി കിട്ടി. ഇനി നമുക്ക് തിരിച്ച് ഫിറ്റ് ചെയ്യാം. അപ്പോൾ രണ്ടാമത് ക്ലോസ് ചെയ്യാം. നമ്മുടെ പരിപാടികളൊക്കെ തീർന്നു. ഒരു 45 മിനിറ്റ്സ് അത്രയും നമ്മൾ എടുത്തിട്ടുള്ളൂ. അത് നമ്മൾ പണിയറിയാത്ത ആൾക്കാർ ചെയ്യുമ്പോൾ കുറച്ച് സമയം എടുക്കുമല്ലോ, അത്രേ ഉള്ളൂ. പിന്നെ നമ്മളെടുത്ത് പ്രോപ്പറായിട്ട് ലിഫ്റ്റ് ചെയ്യാനും അതിനുള്ള ടൂൾസ് ഇല്ലാത്തതുകൊണ്ട് ഉള്ളത് വെച്ചിട്ട് നമ്മൾ ഏതെങ്കിലും സിറ്റുവേഷനിൽ എവിടെയെങ്കിലും പെട്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ സോഴ്സ് ഒന്നും അവൈലബിൾ ആവില്ല. നമ്മുടെ കയ്യിലുള്ള സോഴ്സ് കൊണ്ട് നമുക്ക് എങ്ങനെ വർക്ക് ചെയ്യാം, എന്നിട്ട് നമുക്ക് അവിടുന്ന് എത്രയും പെട്ടെന്ന് എങ്ങനെ മൂവ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തുള്ള ഈ സോഴ്സ് മാത്രം മതി. വണ്ടിയിൽ ഒരുവിധം എല്ലാ പണികളും ചെയ്യാൻ നമുക്ക് വണ്ടിയിൽ നിന്ന് തരുന്ന ടൂൾസ് മാത്രം മതി. ആ ടൂൾസ് ശരിക്കും കൈകാര്യം ചെയ്യാൻ നമ്മൾ അറിയണമെന്ന് മാത്രം, അത്രേ വേണ്ടൂ. നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള ഒരുപാട് ടൂൾസിനൊന്നും ആവശ്യമില്ല. അപ്പോൾ അത് നമ്മൾ സ്ഥിരമായിട്ട് ഇതേമായിട്ടുള്ള കാര്യങ്ങൾ പ്രതീക്ഷിച്ചിട്ട് വേണമല്ലോ യാത്ര ചെയ്യാൻ. ഇതുപോലെ ഈ ഒരു 3 നെട്ടിൻ്റെ മുകളിൽ വണ്ടി സർവീസ് സ്റ്റേഷനിലേക്ക് എടുത്തിട്ട് പോകാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ അത് മാത്രമല്ല, ഇത് നമുക്ക് ചെയ്യാവുന്ന കാര്യമല്ലോ. നെറ്റ് നമ്മൾ വാങ്ങിക്കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതിനെ നമ്മൾ ചെയ്യല്ലേ നല്ലത്. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ ഒറ്റപ്പെട്ട് പോയി രാത്രി സമയങ്ങളൊക്കെ വിട്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ആരും വിളിച്ചാൽ കിട്ടിക്കൊള്ളുന്നില്ല. മാക്സിമം കാര്യങ്ങൾ നമ്മൾ ചെയ്ത് നോക്കുക. നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പുറത്തുള്ള സോഴ്സിനെ ആശ്രയിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇത് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്രയുള്ള സമയം, ഒരു 45 മിനിറ്റ് സമയം എടുത്ത് ഒരു 40 രൂപ നെറ്റ് സ്റ്റഡും കൂടെ വാങ്ങി ഫിറ്റ് ചെയ്തു. ഇനി നമുക്ക് ക്ലോസ് ചെയ്യാം, നമ്മുടെ പരിപാടി തീർന്നു. അപ്പോൾ ഇതാ ഈ കപ്പ് നമ്മൾ ക്ലോസ് ചെയ്യാണ്, ഹബിൻ്റെ ഈ കപ്പ് നമ്മൾ ക്ലോസ് ചെയ്യാണ്. തീർന്നു പരിപാടി. ഇനി ഒന്ന് കറക്കി നോക്കുക. ചിലപ്പോൾ അതേപോലെ ബ്രേക്ക് ഷൂ ജാമായി നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്ന് തട്ടി കൊടുത്താൽ ഇത്രയുള്ള പരിപാടി വന്നിട്ടതിന് ശേഷം നമ്മൾ നോക്കുക. ചിലപ്പോൾ ബ്രേക്ക് ഷൂ ഇതിൻ്റെ മുകളിൽ എവിടെയെങ്കിലും തട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു സൗണ്ട് ഫീൽ ചെയ്യും. ഒരു ചെറുതായിട്ട് ഇങ്ങനെ ഒരേ ഒരു സൗണ്ട് ഫീൽ ചെയ്യും. ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിതൊന്ന് ചെറുതായിട്ട് രണ്ട് സൈഡ് ഇതേപോലെ ഹാമർ വെച്ചിട്ട് മെല്ലെ ഇങ്ങനെ തട്ടി കൊടുത്തു കഴിഞ്ഞാൽ അത് അഡ്ജസ്റ്റായി. ഇപ്പോൾ ഫ്രീ ആയിട്ട് മൂവ് ആവാൻ തുടങ്ങി. ഇനി നമുക്ക് ഫൈനൽ നമ്മുടെ പരിപാടി ടയർ ഫിറ്റ് ചെയ്യാം. ടയർ എടുക്കുക. നെറ്റ് ഫിറ്റ് ചെയ്യുമ്പോൾ കൈയോടെ ആദ്യം ടൈറ്റ് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിലുള്ള നെറ്റ് കൈകൊണ്ട് ടൈറ്റ് ചെയ്ത് വയ്ക്കുക. അതൊക്കെ നോർമലി പഞ്ചറാകുമ്പോൾ നമ്മൾ ടയർ റിപ്പയർ ചെയ്തിട്ടൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കുമല്ലോ. പണി കഴിഞ്ഞു. വീൽ ബ്രഷ് ഇട്ട് നമുക്ക് വീൽ നെറ്റ് ടൈറ്റ് ചെയ്യാം. ഒന്ന് കറക്കി നോക്കുക. നോക്കുമ്പോൾ എന്തെങ്കിലും സൗണ്ട് കേൾക്കുന്നുണ്ടോ നോക്കുക. ചെറുതായിട്ട് എന്തെങ്കിലും അറിയുന്ന മാതിരി സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ലാതെ നമ്മൾ ടൈറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സിറ്റിംഗ് ആയിക്കോളും. ഇത് ചെയ്തു. ഒന്ന് കൈകൊണ്ട് നമ്മൾ ചെറിയ ടൈറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ജാക്കി ഡൗൺ ചെയ്യാം. കഴിഞ്ഞ പരിപാടി. നമ്മൾ ജാക്കി ഡൗൺ ചെയ്യുന്നതിന് മുന്നേ ഇവിടെ നമ്മളൊരു പലകേൻ്റെ മുകളിൽ നിർത്തിയിട്ടുള്ളത്. ഇത് രണ്ടും താഴത്തേക്ക് എടുത്ത് മാറ്റാം. ഇല്ലെങ്കിൽ ഇറങ്ങി പിന്നെ നമുക്ക് എടുക്കാൻ കഴിയില്ല. അത് നമ്മൾ തള്ളി മാറ്റി നമുക്ക് ജാക്കി ഡൗൺ ചെയ്യാം. ഫുള്ളായിട്ട് ജാക്കി ഡൗൺ ചെയ്യാം. അങ്ങനെ കട്ടപ്പുറത്തുള്ള വണ്ടി താഴത്തേക്ക് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ് നമ്മുടെ പരിപാടി. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ജാക്കി മാറ്റി വയ്ക്കുക. വീൽ ബ്രഷ് ഉപയോഗിച്ചിട്ട് നെട്ടുകൾ നന്നായിട്ട് ടൈറ്റ് ചെയ്യാം. സംഭവം റെഡി. അപ്പോൾ സംഭവം കഴിഞ്ഞ് നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇത്രയുള്ളൂ പണി. ഒരു 40 റുപ്യേൻ്റെ നെട്ടും 45 മിനിറ്റും ഉണ്ടെങ്കിൽ ആർക്കും ചെയ്യാവുന്ന കാര്യമുള്ളൂ.
അപ്പോൾ ആരെങ്കിലും ഇതേപോലെ പെട്ട് പോവുകയാണെങ്കിൽ ബുദ്ധിമുട്ടരുത്, ഇങ്ങനെയുള്ള വഴികൾ നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഈ ഒരു സാധനം വീൽ സ്റ്റഡ് ഒരു 2 എണ്ണം നമ്മൾ വാങ്ങി നമ്മളെ കയ്യിൽ സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. കാരണം പെട്ടെന്ന് രാത്രി ഒന്നും അന്വേഷിച്ച് നമുക്ക് കിട്ടുന്ന സാധനമല്ല. ലോക്കലായിട്ട് നമ്മൾ ഏതെങ്കിലും ഷോപ്പിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ അത് എത്രത്തോളം നന്നായിരിക്കും എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ ഓതൻറ്റിക്കേറ്റഡ് ആയിട്ടുള്ള രജിസ്ട്രേഷന് 1 or 2 നെറ്റ് വാങ്ങിയിട്ട് നമ്മൾ വണ്ടിയിൽ സൂക്ഷിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇത് ആർക്കും പറ്റാം, വളരെ അപകടം പിടിച്ചൊരു കാര്യമാണ്. ഒരു നെറ്റ് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വണ്ടീൻ്റെ ടയറിൻ്റെ അലൈൻമെൻറ്റിനെയും എല്ലാത്തിനും ബാധിക്കുന്ന കാര്യമാണ്. നമുക്ക് ഓടിക്കാൻ പേടിയാണ്, അങ്ങനെ ഓടിക്കാൻ പാടില്ല. എന്തെങ്കിലും ഇൻ കേസ് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതിൽ ഉള്ള ലോഡ് ആളുകളുണ്ടെങ്കിൽ അവരെ മാറ്റിയതിന് ശേഷം നമ്മൾ ഒറ്റയ്ക്ക് മാത്രം ഡ്രൈവ് ചെയ്ത് പോകാൻ പാടുള്ളൂ. സർവീസ് സ്റ്റേഷനിലേക്ക് ചെയ്യാൻ പറ്റാത്ത ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്കൊരു 3/4 മണിക്കൂർ, ഇപ്പോൾ നിങ്ങൾ കണ്ട ഈ പ്രൊസീജിയർ ഉള്ളൂ, ഒരു 3/4 മണിക്കൂർ സമയം ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാം. ഈ 2 സാധനങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. ഈ നെറ്റ് നമ്മൾ വാങ്ങി നമ്മുടെ അടുത്ത് എപ്പോഴും സ്റ്റോക്ക് ചെയ്യുക. ഞാൻ ഇതിന് മുന്നേ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നില്ല, ഇങ്ങനെ അനുഭവം ഉണ്ടായപ്പോഴാണ് ഞാൻ വാങ്ങിയത്. ഇപ്പോൾ ഞാൻ 4 നെറ്റ് വാങ്ങിയിട്ടുണ്ട്. ഇനി ആവശ്യം വന്നാൽ നമുക്ക് തന്നെ ചെയ്യാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതുപോലുള്ള അവസരങ്ങളായിരിക്കും വരികയാണെങ്കിൽ ഉപകാരപ്പെടട്ടെ തീർച്ചയായിട്ടും. അപ്പോൾ അവസരങ്ങൾ ഇങ്ങനത്തെ ആർക്കും വരാതിരിക്കട്ടെ. വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉപകാരപ്പെടട്ടെ. താങ്ക് യു.